MLA സതീഷ് സെയിലോ അതോടൊപ്പം തന്നെ SP നാരായണയുമാണ് പ്രതികരിച്ചത്. തിരച്ചിൽ തുടരും. കർണാടക സർക്കാരിന് പൂർണ്ണ പിന്തുണയും സ്വാതന്ത്ര്യം ഇക്കാര്യത്തിൽ തന്നിട്ടുണ്ട് എന്നാണ് MLA പറഞ്ഞിരിക്കുന്നത്. വൈകിട്ട് 7 മണി വരെ തിരച്ചിൽ പുരോഗമിക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള MLA, കാസർഗോഡ് MLA അവിടെ എത്തിയ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നു. മുഴുവൻ സമയം അവരവിടെ നിരീക്ഷണത്തിനുണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഇവർ നൽകിയത്. അഭിലാഷ്, ഇപ്പോൾ തിരച്ചിൽ തുടരും. നേരത്തെ ഉണ്ടായിരുന്ന സാങ്കേതികമായ തടസ്സങ്ങളാണ് എന്നുള്ള കാര്യമാണ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അടക്കം മാധ്യമങ്ങളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ SP പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡ്രഡ്ജർ അല്പം വൈകുന്നതിനെ കുറിച്ച് എന്താണ് വിശദീകരിക്കുന്നത്? ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചകളും സംഭവിച്ചിട്ടില്ല. കാരണം സാങ്കേതികമായുള്ള വൈകൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈകൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ രഞ്ജിത്ത് ഇസ്രായേലി അടക്കമുള്ള ആളുകൾ ചില മിസ്ലീഡിംഗ് ചെയ്തു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്ട് 3 ദിവസങ്ങളെങ്കിലും അത്തരത്തിൽ പോയി എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും 2 മണിക്കൂറിനകം തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ട്രക്ക് ആരുടേതാണ് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയും. ഞങ്ങളടക്കമുള്ള ആളുകൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ 6 മണിക്കൂർ തന്നെ 7 മണിക്കുള്ളിൽ തന്നെ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മിഷൻ ഇതിൻ്റെ സക്സസ് ആയുള്ള ഒരു മിഷന് ശേഷം, അതായത് ഇതിൻ്റെ കൃത്യമായ ഒരു ഫലം കിട്ടിയതിന് ശേഷം മാത്രമേ ഈ മിഷൻ അവസാനിപ്പിക്കൂ എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഏതായാലും ആദ്യഘട്ടത്തിലൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടന്നു എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ MLA അടക്കമുള്ള ആളുകൾ വലിയ തരത്തിലുള്ള ഫണ്ട് നൽകിക്കൊണ്ടാണ് ഈ ഡ്രഡ്ജറടക്കം ഇവിടേക്ക് എത്തിച്ചത്. ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപയാണ് ഈ ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെലവ് വന്നത്. അതിൽ 45 ലക്ഷത്തോളം രൂപ ഈ MLA ഭാഗത്ത് നിന്ന് പ്രത്യേക ഫണ്ടായി നൽകി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഈ SP പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജനങ്ങളിലേക്ക് കൃത്യമായ വിവരങ്ങൾ നൽകണം, കേരള മാധ്യമങ്ങൾ നൽകണമെന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും 2 മണിക്കൂറിനകം തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ട്രക്ക് പുറത്തേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു സ്ഥിരീകരണം, ഇത് ആരുടെ ട്രക്കാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും MLA പറഞ്ഞത് അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. എന്താണ് ഇതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട് എന്താണ്, ഈ ട്രക്കിൻ്റെ സ്ഥിരീകരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ആ റിസൾട്ട് വരുന്നവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ MLAയും അതോടൊപ്പം തന്നെ SP അടക്കമുള്ള ആളുകൾ പറയുന്നത്. ശരി, രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ പേര് പറഞ്ഞ വിമർശനവുമുണ്ട്. അതേസമയം ഇപ്പോൾ തിരച്ചിൽ നന്നായി പുരോഗമിക്കുന്നു എന്നുള്ള കാര്യമാണ്. സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. പണം ചെലവാക്കിയതിൻ്റെ കണക്കുകളടക്കമാണ് ഇപ്പോൾ MLAയും SP പറഞ്ഞത്.